വർഷം 1 ജൂലൈ 2017 GST ഡേ 1 ജൂലൈ. UPI യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയായി മൂന്നാമത്തെ തവണ ഹേമന്ത് സോറൻ നിയമിതനായി. ജാർഖണ്ഡ് ഗവർണർ രാധാകൃഷ്ണൻ. ഒറീസയുടെ മുഖ്യമന്ത്രി മോഹൻ സിംഗ് മാജി. ഹരിയാനയുടെ മുഖ്യമന്ത്രി ഹിയാബ് സിംഗ് സൈനി. അരുണാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രി പ്രേമ ഖണ്ഡു. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ. മണിപ്പൂരിന്റെ മുഖ്യമന്ത്രി എൻ ബീരാൻ സിംഗ്. ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രി വിഷ്ണു ദേവ്സായി. 2024 T20 വേൾഡ് കപ്പ് നേടിയ രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീമിനെ വൻ സ്വീകരണമാണ് ഇന്ത്യയിൽ ലഭിച്ചത്. അവർ ആദ്യമായി പ്രധാനമന്ത്രിയെ കണ്ടുമുട്ടി. അതിനുശേഷം മുംബൈയിൽ അവരുടെ ഓപ്പൺ വിസിറ്റ് ഉണ്ടായിരുന്നു. വൻ ജനാവലിയാണ് അവർക്ക് സ്വീകരണം നൽകിയത്. രോഹിത് ശർമ്മയായിരുന്നു ക്യാപ്റ്റൻ. ഫൈനലിലെ മാൻ ഓഫ് ദി മാച്ച് വിരാട് കോഹ്ലി ആയിരുന്നു. സൂര്യകുമാറിന്റെ അതിമനോഹരമായ ഒരു ക്യാച്ച് വിജയത്തിൽ നിർണായകമായി. ജസ്പ്രീത് ബുംറയുടെ തീക്ഷ്ണമായ ബൌളിംഗും T20 ക്രിക്കറ്റിന്റെ ഫൈനലിൽ ഇന്ത്യക്ക് നിർണായകമായി. അതുപോലെ ഹാർദിക് പാണ്ഡ്യയുടെ ഓൾറൗണ്ടർ മികവും ഇന്ത്യയെ 2021 T20 വേൾഡ് കപ്പ് ക്രിക്കറ്റിലെ ജേതാക്കളായി. അങ്ങനെ ഇന്ത്യ മൊത്തവും ഈ ടീമിനെ ആരാധിക്കുകയാണ്. രോഹിത് ശർമ്മയുടെ ഈ ക്യാപ്റ്റൻസിയുടെ കീഴിലുള്ള ഇന്ത്യൻ ടീമിനെ. രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയുടെ മികവ് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. എപ്പോഴും കൂൾ ആൻഡ് കാമായിട്ടാണ് അദ്ദേഹം ടീം അംഗങ്ങളോട് ഇടപെടുന്നത്. ആവശ്യമുള്ള സമയങ്ങളിൽ കറക്റ്റ് തക്കതായ നിർദ്ദേശങ്ങൾ നൽകും. ഉപദേശിക്കേണ്ടടുത്ത് ഉപദേശിക്കും, വഴക്ക് പറയേണ്ടടുത്ത് വഴക്ക് പറയുകയും ചെയ്യും രോഹിത് ശർമ്മ.